രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റ് വന്നത്. എനിക്കുള്ള ചായ തിളപ്പിച്ചതിന് ശേഷം ഇന്നലെ രാത്രി പകുതി വേവിച്ച് വെച്ചിരുന്ന ചോറ് ഞാൻ കഴുകി വാരി ഒന്ന് വേവിക്കാനായിട്ട് വെക്കാണ്. പച്ചക്കറി എന്താണ് ഉള്ളതെന്ന് നോക്കിയപ്പോൾ കുറച്ച് ബീൻസും ഒരു പടവലങ്ങ ആയിരുന്നിട്ട് ഉണ്ടായിരുന്നേ. വേഗം തന്നെ കുക്കറിൽ കുറച്ച് പരിപ്പ് കഴുകിയിട്ടതിന് ശേഷം പടവലങ്ങ വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി അതിലേക്ക് നുറുക്കിയിട്ട് ഒരല്പം മഞ്ഞപ്പൊടിയും ഉപ്പും വെള്ളവും കൂടി ഒഴിച്ച് ഞാൻ അതൊന്ന് വേവിച്ചെടുക്കട്ടെ കേട്ടാ. ഇനി അടപ്പത്തിരുന്ന കുക്കർ 2 കൂവല് കൂവുമ്പോഴേക്കും ബീൻസും കൂടി ഞാനൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി എടുക്കുന്നുണ്ട് കേട്ടാ. ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കി കടുക് പൊട്ടിച്ചതിന് ശേഷം സവാളയും ചതച്ച വെളുത്തുള്ളിയും കൂടി ഇട്ടൊന്ന് വഴറ്റി അതിലേക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ട് അതിന്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കണേ. പച്ചമണം മാറിയതിന് ശേഷം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് കൂടി അതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാൻ. ഒരു തുള്ളി വെള്ളം ഞാൻ കൈകൊണ്ടൊന്ന് തളിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടല്ല ഞാൻ വേവിക്കുന്നത് കേട്ടോ. വെള്ളം തളിച്ചു കൊടുത്തിട്ട് അതൊന്ന് മൂടി വെച്ച് വേവിക്കുകയാണ്. പകുതി വേവായതിനു ശേഷം മാത്രമാണ് ഞാൻ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്നുകൂടി മൂടി വെച്ച് ഒരു 2 മിനിറ്റ് കൂടി ഞാൻ അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും കുക്കറിൽ വേവിക്കാൻ വെച്ചിരുന്ന പരിപ്പും പടവലങ്ങയും വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് തേങ്ങ, 1 സ്പൂൺ ജീരകവും, ഒരു വെളുത്തുള്ളിയും 2 പച്ചമുളകും ഇട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിന്റെ പച്ചമണം മാറുന്നവരെ അതൊന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കാൻ കേട്ടോ. ഒരു പടവലങ്ങയുടെ പകുതി ആയിരുന്നട്ടാ ഞാൻ ഈ പരിപ്പിന്റെ കൂടെ ഇട്ട് വേവിച്ചത്. ബാക്കി പകുതി ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് നുറുക്കി എടുക്കുന്നുണ്ട് കേട്ടാ. പരിപ്പും പടവലങ്ങയും നല്ലപോലെ തിളച്ചു വന്നതിന് ശേഷം ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് 2 വറ്റൽമുളകും കുറച്ച് വേപ്പില ഇട്ടൊന്ന് വഴറ്റി അതിലേക്ക് അല്പം മുളക് പൊടിയും കൂടി ചേർത്തതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതേ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കി കടുക് പൊട്ടിച്ച് സവാള വഴറ്റിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങയും കൂടി ചേർത്ത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാണ് കേട്ടോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അവലുപ്മായാണ് ഉണ്ടാക്കുന്നത്. അതിന് ശരിക്കും പറയുന്ന പേര് പൊഹ എന്നാണ് കേട്ടോ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ട് എഴുന്നേക്കാൻ ലേറ്റ് ആവുന്ന ദിവസങ്ങളിൽ മിക്കവാറും ഞങ്ങൾക്ക് പൊഹ തന്നെയായിരിക്കും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. പൊഹ റെഡി ആയി കഴിഞ്ഞപ്പോഴേക്കും കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ടിഫിനൊക്കെ റെഡി ആയിട്ടാ. വേഗം തന്നെ ഞാൻ അതെല്ലാം പാക്ക് ചെയ്ത് ഉണ്ണിനെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടു. അതിനുശേഷമാണ് പൊന്നു ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നത്. അവൻ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് ജനലിൽ കൂടി അവന്റെ ഓട്ടോ വരുന്നുണ്ടോ എന്നും പറഞ്ഞ് നോക്കി നിൽക്കായിരുന്നേ. അപ്പോഴാണ് ഞങ്ങൾ ഒരു അതിഥിനെ കണ്ടത്. ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന ഒരു അതിഥി ആയിരുന്നട്ടാ. ഞാൻ മൊബൈൽ ഫോണൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും പുള്ളിക്കാരി പോക്ക് കഴിഞ്ഞട്ടാ. അപ്പോഴേക്കും പാപ്പി ചേട്ടനും ഓട്ടോ ആയിട്ട് വന്നിട്ടാ. അപ്പൊ പൊന്നും ടാറ്റയൊക്കെ തന്ന് സ്കൂളിലേക്ക് പോയേ.